അടുത്തിടെ ഏറ്റവും കൂടുതൽ വൈറലാവുകയും വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്ത ഒന്നായിരുന്നു സീരിയൽ നടി ദിവ്യ ശ്രീധർ ഗുരുവായൂരിൽ അവതരിപ്പിച്ച മോഹിനിയാട്ടം. ആ കലയെ അധിക്ഷേപിക്കുകയാണ് നടി ചെയ്തതെന്നായിരുന്നു പ്രധാന വിമർശനം. നൃത്തം പഠിച്ചിട്ടൊരാളല്ല ദിവ്യ, ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ച നൃത്തമാണ്. ഇക്കഴിഞ്ഞ നവംബർ 2-ന് ഗുരുവായൂരിൽ ദിവ്യ അവതരിപ്പിച്ചത്. വർഷങ്ങളായി നൃത്തം പരിശീലിക്കുന്ന പ്രമുഖർ വരെ നടി വിമർശിച്ചെത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ലൈഫ് നൈറ്റ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് നടിയുടെ ഭർത്താവും നടനുമായ ക്രിസ് വേണുഗോപാൽ. തനിക്ക് വേണ്ടി ഒരു സമർപ്പണം പോലെ ദിവ്യ ചെയ്തതായിരുന്നു മോഹിനിയാട്ടമെന്നും ക്രിസ് പറയുന്നു. നവംബർ 2-ാം തീയതി ഗുരുവായൂരിൽ ഞങ്ങളുടെ ഫാമിലിയുടെ വക കൃഷ്ണമാപുരം എന്നുള്ള പ്രോഗ്രാം ചെയ്തിരുന്നു. ഒക്ടോബർ 30 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയായി. നവംബർ 2-ന് വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ആഗസ്റ്റിൽ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനും വേണ്ടി ഒരു പോസ്റ്ററും അടിച്ചിരുന്നു. ദിവ്യ, മകൾ മുത്ത്, അവരുടെ കൂട്ടുകാരി എല്ലാം ചേർന്നാണ് ഒരു സമർപ്പണം പോലെ അത് പ്രോഗ്രാം അവതരിപ്പിച്ചത്. ഞങ്ങൾ ആരും എക്സ്പെർട്ട് കലാകാരന്മാരല്ല. കുഞ്ഞുമോൾ ഒരു ഡാൻസറല്ല. ഞങ്ങളുടെ മകൾ കൂടുതൽ ഹിപ്പ് ഹോപ്പ് കളിക്കാറ്, ക്ലാസിക്കൽ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. മോളുടെ കൂട്ടുകാരി ആക്സിഡൻറ്റ് പറ്റിയിട്ട് അതിൽ നിന്നും ഭേദമായി വരുന്നതേ ഉള്ളൂ. ആ കാലം വെച്ചാണ് ഡാൻസ് കളിച്ചത്. ഞാനൊരു പ്രഭാഷണം നടത്തി, ഒപ്പം ഒരു പാട്ടും പാടി. എൻ്റെ അനിയത്തി മോഹിനിയാട്ടം കളിച്ചു. കുഞ്ഞുമോൾ 40-ാം വയസ്സിൽ എനിക്ക് വേണ്ടിയാണ് സമർപ്പണം പോലെ അന്ന് ഗുരുവായൂരിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. 6-7 ക്ലാസ്സുകൾ മാത്രമേ അവൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഉള്ളത് വെച്ച് പഠിച്ച് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് എനിക്ക് വേണ്ടി ഭഗവാന് വേണ്ടിയുമാണ് അവൾ നൃത്തം അവതരിപ്പിച്ചത്. അവിടെ അത് കണ്ടവർക്ക് ആർക്കും പ്രശ്നമില്ല. യൂട്യൂബേഴ്സ് വന്ന് വീഡിയോ എടുത്തിരുന്നു. ശേഷം വേണ്ട ഗാനങ്ങൾ കട്ട് ചെയ്ത് സ്പീഡ് കൂട്ടി വേറെ പാട്ടിന് അപ്ലോഡ് ചെയ്തു. അവരത് ചെയ്തതിൽ എനിക്ക് പ്രശ്നമില്ല, അത് അവരുടെ തൊഴിലല്ലേ. മോഹിനിയാട്ടത്തിൻ്റെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ എത്തിയിരുന്നു. കല എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ദിവ്യയെ മാത്രമല്ല എന്നതും പലരും ചീത്ത വിളിച്ചു. അവനാണ് ഈ അഹങ്കാരത്തിന് കൂട്ടി നിൽക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. വലിയ ആൾക്കാരെ കൊണ്ട് കമ്മനിട്ട് ചീത്ത വിളിപ്പിക്കുക. സത്യഭാമൻ ടീച്ചർ അടക്കമുള്ളവരുടെ അടുത്ത് നേരിട്ട് പോയി ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ദിവ്യ മോഹിനിയാട്ടം ഡ്രസ്സിട്ട് ഡാൻസ് കളിച്ചു എന്നതായിരുന്നു എല്ലാവരുടെയും പ്രശ്നം. അങ്ങനെയെങ്കിൽ മായാമോഹിനിയിലെ പാട്ട് സീനിൽ ദിലീപേട്ട മോഹിനിയാട്ടം ഡ്രസ്സിട്ട് ഡാൻസ് കളിച്ചപ്പോൾ അവഹേളനമായി ആർക്കും തോന്നിയില്ലേ? സിനിമയിൽ എന്തുമാകാം. അപ്പോഴൊന്നും ഗുരുമാർക്ക് പൊള്ളിയില്ല. കല്യാണ സ്ഥലത്ത് പോലും വധുവന്മാരെ സ്വീകരിക്കാൻ നിൽക്കുന്നത് മോഹിനിയാട്ടം വേഷം ധരിച്ചല്ലേ. തുണിയില്ലാതെ കളിക്കുന്നവരെയാണ് ഈ കുറ്റപ്പെടുത്തി കമന്റിടുന്നവർക്ക് വേണ്ടത്. ആ വേഷത്തിനെ ഇൻസൾട്ട് ചെയ്തുവെന്നാണ് ഏറെയും വന്ന പരിഹാസം. കമന്റിട്ട് വലിയ ആളായി എന്ന് ചിന്തിക്കുന്നവരോടൊന്നും പറയാനില്ല. അവരുടെ രോഗമാണത് എന്നുമാണ് ക്രിസ് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.